IRCTC വെബ്സൈറ്റിലൂടെ തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാം. ജൂലൈ 1 മുതൽ ആധാർ വെരിഫിക്കേഷൻ നടപ്പാക്കാത്ത അക്കൗണ്ടുകൾക്ക് തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഓക്കെ ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മുടെ യാത്രാ വിവരങ്ങൾ നൽകാം. യാത്ര ആരംഭിക്കുന്ന സ്റ്റേഷൻ, എത്തിച്ചേരുന്ന സ്ഥലം, യാത്ര ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന തീയതി, ഏതുതരം ടിക്കറ്റാണ് ആവശ്യമെന്നതും തിരഞ്ഞെടുക്കുക. ഇവിടെ തത്കാൽ സെലക്ട് ചെയ്യുകയാണ്. സെർച്ച് ക്ലിക്ക് ചെയ്യുക. നാം നൽകിയ തീയതികളിൽ സേവനം നടത്തുന്ന ട്രെയിനുകളുടെ പേരുകൾ ഓരോന്നായി ദൃശ്യമാകുന്നതാണ്. ആവശ്യമായ ട്രെയിൻ കണ്ടെത്തുക. ഇവിടെ രാജ്യറാണി എക്സ്പ്രസ് തിരഞ്ഞെടുക്കുകയാണ്. അടുത്തതായി ടിക്കറ്റ് ലഭ്യമാണോ എന്ന് നോക്കാം. സ്ലീപ്പർ, AC 3 ടയർ, AC 2 ടയർ എന്നിങ്ങനെ ദൃശ്യമാകുന്നു. നാം താൽപ്പര്യപ്പെടുന്ന വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് റിഫ്രഷ് ചെയ്യാം. ഇവിടെ AC 2 ടയർ തിരഞ്ഞെടുക്കുകയാണ്. നമുക്ക് ആവശ്യമായ തീയതിയിൽ ടിക്കറ്റ് ലഭ്യമാണ് എന്നുറപ്പിക്കാം. അവൈലബിൾ എന്ന് ദൃശ്യമാകുന്നുണ്ട്. തീയതിയിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇവിടെ യാത്രികരുടെ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അക്കൗണ്ട് ഉടമയുടെ പേരും മറ്റു വിവരങ്ങളും ഒരു ക്ലിക്കിൽ തന്നെ എളുപ്പത്തിൽ ലഭ്യമാകുന്നതാണ്. ഒന്നിൽ കൂടുതൽ യാത്രക്കാരുണ്ടെങ്കിൽ ആഡ് പാസഞ്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ ചേർക്കാവുന്നതാണ്. സഹയാത്രികരുടെ പേരുകൾ അക്കൗണ്ടിലെ മാസ്റ്റർ ലിസ്റ്റിലേക്ക് മുൻകൂറായി കൂട്ടിച്ചേർക്കുന്നത് ഇത്തരം അവസരങ്ങളിൽ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുവാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ കോൺടാക്റ്റ് വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പിക്കാം. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. പണമടയ്ക്കുന്നതിനായുള്ള മാർഗം തിരഞ്ഞെടുക്കാം. ഇവിടെ ഭീം UPI തിരഞ്ഞെടുക്കുകയാണ്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പാക്കിയ ശേഷം ക്യാപ്ച ശ്രദ്ധയോടെ ടൈപ്പ് ചെയ്ത് നൽകുക. മുന്നോട്ട് പോകാം. ഇവിടെയും ഭീം തിരഞ്ഞെടുക്കുകയാണ്. പേ യൂസിംഗ് ഭീം തിരഞ്ഞെടുത്ത് പേ ആൻഡ് ബുക്ക് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഫോണിലെ UPI ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ദൃശ്യമാകുന്ന QR കോഡ് സ്കാൻ ചെയ്ത് പണമടയ്ക്കേണ്ടതാണ്. സ്കാൻ ചെയ്യുകയാണ്. തത്കാൽ ടിക്കറ്റ് വിജയകരമായി ബുക്ക് ചെയ്തിരിക്കുന്നു. എളുപ്പത്തിൽ കണ്ടെത്തുവാനാകുന്ന ഒരിടത്തേക്ക് ടിക്കറ്റ് സേവ് ചെയ്തു വെക്കുന്നത് ഉത്തമമാണ്. തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക എന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തു തീർക്കുക എന്നത് അനിവാര്യമാണ്.